ചില സംഘപരിവാർ ബുദ്ധിജീവികൾ ഈ ദുരന്തമുണ്ടാകുമ്പോഴേക്കും ചിലർ ടീഷർട്ടും തയ്പ്പിച്ചിറങ്ങിക്കളയും എന്ന് പ്രസ്താവന. ദുരന്തത്തിൽ അനാഥരായി പോയ പിഞ്ചുകുട്ടികളുണ്ട്, മുല കുടിക്കുന്ന കുട്ടികൾ. ആ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ എൻ്റെ ഭാര്യ സന്നദ്ധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അതിനടിയിൽ ഒരാൾ വന്നിട്ട് വളരെ അശ്ലീലമായ ഒരു കമൻ്റ് ഇട്ടു പോകുന്നു. ഇങ്ങനെയുള്ള ആളുകളും കേരളത്തിലുണ്ട്. ഈ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വിഷജന്തുക്കൾ കൂടി ഇറങ്ങും. അത് നമ്മൾ കാണേണ്ടതുണ്ട്. മലയാളികൾക്കിടയിൽ മാലാഖമാർ മാത്രമല്ല ഉള്ളത്, ഇത്തരത്തിലുള്ള വിഷജീവികളുണ്ട്. ഇന്ന് ഞാൻ രാവിലെ തൊട്ട് കണ്ട കുറേയധികം കാര്യങ്ങൾ കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ ദുരന്തത്തിൽ അനാഥരായി പോയ പിഞ്ചുകുട്ടികളുണ്ട്, മുല കുടിക്കുന്ന കുട്ടികൾ. ആ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ എൻ്റെ ഭാര്യ സന്നദ്ധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അത് പെട്ടെന്ന് വൈറലായി. കാരണം ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു മാതൃകയാണ്. ഒരു ദുരന്തമുഖത്ത് ഒരു മലയാളിയും സന്നദ്ധനാവാത്തൊരു മാതൃകയാണ്. എൻ്റെ ഭാര്യ അതിന് സന്നദ്ധയാണ്. ആ സ്ത്രീ പറഞ്ഞിട്ടാവുമല്ലോ അയാൾ പോസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനടിയിൽ ഒരാൾ വന്നിട്ട് വളരെ അശ്ലീലമായ ഒരു കമൻ്റ് ഇട്ടു പോകുന്നു. ഇങ്ങനെയുള്ള ആളുകളും കേരളത്തിലുണ്ട്. അശ്ലീലമായ കമൻ്റ് ഇട്ട് പോകുന്നു. അയാളെ സോഷ്യൽ മീഡിയയിലെ ആളുകൾ കൂടിയിട്ട് പഞ്ഞിക്കിടുന്നു. കായികമായി കൈകാര്യം ചെയ്തോ പോസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അത്തരം മനുഷ്യരുണ്ട് നമുക്കിടയിൽ അങ്ങനെ ആളുകളുണ്ടെന്ന് തിരിച്ചറിയേണ്ടതാണ്. മറ്റൊന്ന്, ഈ സന്നദ്ധ പ്രവർത്തകരിൽ ചില ആളുകൾ ഈ ദുരന്ത ഭൂമിയിൽ നമസ്കരിക്കുന്നുണ്ട്. ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ച്, ബാക്കി മതങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ച് 5 നേരം നമസ്കരിക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. അപ്പോൾ അത് ശീലിച്ച ആളുകൾക്ക് അത് ഒഴിവാക്കാനും കഴിയില്ല. അവരെവിടെയാണെങ്കിലും അത് നമസ്കരിക്കും. അപ്പോൾ ട്രെയിൻ യാത്രയിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് ചെയ്യും. ദുരന്ത ഭൂമിയിൽ നമസ്കരിക്കുന്നതിനെ പരിഹസിക്കുന്ന കുറേ ആളുകൾ എന്നല്ല പറയാം, കോളാമ്പി എന്ന് പേരുള്ള, ആ പേരിൽ തന്നെയുണ്ട്, കോളാമ്പി എന്നാണ് എൻ്റെ പേര്. നമ്മുടെ സി രവിചന്ദ്രൻ പോലുള്ള ആളുകളുടെ അവരുടെ കീഴിലുള്ളതാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. ഞാനൊരു സ്ക്രീൻഷോട്ടാണ് കണ്ടത്. അപ്പോൾ ഇതെന്ത് പ്രഹസനമാണ് സജി എന്നുള്ള മീമുകൾ. അപ്പോൾ ഇത്തരം ആളുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഈ സന്നദ്ധ സേവന രംഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെ നമ്മളെവിടെയും കാണാറില്ല. ഇനി ഉണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. നമ്മളങ്ങനെ കാണാറില്ല. അപ്പോൾ ഈ സന്നദ്ധ സേവനം നടത്തുന്നവരെ അവരുടെ മതവിശ്വാസം വെച്ചിട്ട് കളിയാക്കുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾ കളിയാക്കുക എന്നതൊക്കെ ശീലിച്ചിട്ടുള്ള മറ്റൊരു വിഭാഗം ചില സംഘപരിവാർ ബുദ്ധിജീവികൾ ഈ ദുരന്തമുണ്ടാകുമ്പോഴേക്കും ചിലർ ടീഷർട്ടും തയ്പ്പിച്ചിറങ്ങിക്കളയും എന്ന് പ്രസ്താവന. ബുദ്ധിജീവികളല്ല, BJP-യുടെ ഭൗതിക സെല്ലിന്റെ കൺവീനർ ആയിരുന്ന ആളാണ്. അത് പ്രത്യേകം പറയണം. ഓക്കെ, അപ്പം ബാക്കിയുള്ള ആളുകളുടെ നിലവാരം എന്താണെന്ന് ആലോചിക്കാം. അല്ല, അത് ഈ ടീഷർട്ട് ധരിച്ചിറങ്ങുന്നതിൽ സേവാഭാരതി ഉണ്ട്. സേവാഭാരതി അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണല്ലോ അവകാശപ്പെടുന്നത്. യുവമോർച്ച ഉണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് സേവാഭാരതി കളക്ഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അവരവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അവിടെ ആരെങ്കിലും കൊടുക്കുന്നതാണെന്ന് നമുക്കറിയില്ല. പക്ഷേ സേവാഭാരതി ചെയ്യുന്നുണ്ടെന്നാണല്ലോ അവകാശപ്പെടുന്നത്. അപ്പോൾ അവരെ കൂടി ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയാണ് ഈ സംഘപരിവാർ ബുദ്ധിജീവി ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് വിഷജീവികളെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയും ഈ ദുരന്ത സമയത്ത്. അതുപോലെ തന്നെ പ്രധാനമാണ് CMDRF-ലേക്ക് ഫണ്ട് കൊടുക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പ്രളയ ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു വലിയ കേസിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ CMDRF-നോളം സുതാര്യമായ ഒരു സംവിധാനം നമുക്ക് വേറെ ഇല്ല. സുതാര്യം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നു. അതിലെത്ര പണം വന്നു, എത്ര പണം ചെലവഴിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, ഒരു സാധാരണ മനുഷ്യൻ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഫണ്ടാണത്. നമ്മുടെ PM കെയർ പോലെയല്ല. PM കെയർ പോലെയല്ല. ഇത് സ്വകാര്യ ഫണ്ടാണ്. ഇത് മറ്റേ RIT പ്രകാരം ഒന്നും ചോദിക്കരുതെന്ന് പറയുന്ന പോലെയല്ല. ഇത് കൃത്യമായി എൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ഫണ്ട് വന്നു, എത്ര പോയി, എവിടെ അലോക്കേറ്റ് ചെയ്യുന്നു, കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ പ്രളയ ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വീട്ടിൽ കൊണ്ടുപോയതല്ലല്ലോ. അത് വിതരണം ചെയ്ത ഓരോ കളക്ടറേറ്റിലേക്ക് വിതരണം ചെയ്യുകയും ആ കളക്ടറേറ്റിൽ നിന്ന് ഈ പറയുന്ന കോമ്പൻസേഷന് ചുമതല ഡെപ്യൂട്ടി കളക്ടറുടെ ഭാഗത്ത് നിന്ന് പോയിട്ട് പിന്നീടാണ് അവിടെ തട്ടിപ്പെടുന്നത്. അത് വ്യാജരേഖകൾ ഉപയോഗിച്ച് തട്ടിപ്പെടുന്നതാണ്. അതിൽ പല തരത്തിലുള്ള ഒരു കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു. അതിന് മുഖ്യമന്ത്രിയല്ല ഉത്തരവാദി. അപ്പോൾ CMDRF പോലെ സുതാര്യമായ ഒരു ഫണ്ടിലേക്ക് പണം കൊടുക്കരുത് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരുടെ ഉദ്ദേശശുദ്ധി എന്തായിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയ വിരോധം മാത്രമായിരിക്കില്ലല്ലോ. കാരണം ഇപ്പോൾ UDF-കാരാണത് പറയുന്നത് കരുതുക. നാളെ UDF അധികാരത്തിൽ വന്നാലും ദുരന്തങ്ങളുണ്ടാവും. UDF അധികാരത്തിലിരിക്കുമ്പോഴും ഈ CMDRF വേണ്ടി വരും. അതിലേക്ക് ഫണ്ട് ആവശ്യപ്പെടേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്യുന്നവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിരോധം പോലും അല്ലാതെ ഒന്നുകൂടി ഉണ്ട്. അതായത് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്രേ ഇതിലേക്ക് ഫണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞു വരെ പോസ്റ്റ് ഇറക്കി. എന്നിട്ട് അതിനെതിരെ പ്രതിപക്ഷ നേതാവിന് നിയമ നടപടി സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കേന്ദ്രം എവിടെയാണെന്ന് ആലോചിച്ചു. അതായത് 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ അധികാരം പിടിക്കുന്നു എന്ന് പറയുന്നവരാണ് CMDRF-ലേക്ക് ഫണ്ട് കൊടുക്കരുതെന്ന് പറയുന്നതെങ്കിൽ പോലും പ്രശ്നമാണല്ലോ. അവർക്ക് നാളെ 35 സീറ്റ് കിട്ടുകയും അവർ അധികാരത്തിൽ വന്നു ചെയ്താൽ ഈ CMDRF ആണല്ലോ. അതല്ല CMDRF പിരിച്ചുവിട്ട് PM കെയർ പോലെ ഇവിടെ CM കെയർ ഉണ്ടാക്കുമോ എനിക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്ന കോർഡിനേറ്ററായിട്ട് നടന്ന ആളുകളുണ്ട്. ഇതിൽ വിഷജീവികളുണ്ട്. ഞാൻ ഇന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ട ഒരു സന്ദേശമാണ്. മേപ്പാടിയിലെ ദുരന്ത മേഖലയുടെ മറുവശത്തുള്ള നോളജ് സിറ്റിയെക്കുറിച്ച്
ചർച്ച ചെയ്യാൻ ധൈര്യം കാണിച്ച ഒരു ചാനലിൻ്റെ പേരുണ്ട്. ആ ചാനലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു ചാനലാണ്. അത്യാവശ്യം ഈ പറയുന്ന ഈ ഫോർവേഡ് മെസ്സേജസ് ഒന്നും വരാത്തൊരു ഗ്രൂപ്പായിരുന്നു അത്. മാധ്യമപ്രവർത്തകരും കുറച്ച് ആക്ടിവിസ്റ്റുകളൊക്കെ ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ ഒരു ഫോർവേഡഡ് മെനി ടൈംസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരികയാണ്. ഇതൊക്കെ അവിടെ ഷെയർ ചെയ്യപ്പെടുക. അപ്പോൾ ഞാൻ അത് അങ്ങനെ വായിച്ചു നോക്കും. അപ്പോൾ ഞാൻ ദാവൂദ് സാഹിബിനോട് ചോദിച്ചു, ഈ മലയുടെ ഏതെങ്കിലും ഭാഗത്താണോ ഈ യൂണിവേഴ്സിറ്റി? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ താമരശ്ശേരി ചുരം കയറുമ്പോൾ താഴെയാണ് കാണുന്നത്. ഇത് മലയുടെ മുകളിലാണല്ലോ, ചുരം കയറിയിട്ടാണല്ലോ. ഒരു അർത്ഥത്തിലും ആ മലയായിട്ട് യാതൊരു ബന്ധപ്പെട്ടതല്ല. എന്നാലും നോർത്ത് സിറ്റിയെക്കുറിച്ച് ഈ വാർത്തയിൽ പറയുന്ന കാര്യം തന്നെ അത് റബ്ബർ തോട്ടമായിരുന്നു. അപ്പോൾ തോട്ടഭൂമി തരം മാറ്റിയിട്ടാണ് അവിടെ ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് വന്നതെന്നാണ്. അത് ഒരു എൻവയോൺമെൻറ്റൽ കേസേ അല്ലല്ലോ. തോട്ടഭൂമി തരം മാറ്റി, തോട്ടഭൂമി എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഇടനാട്ടിലെ നിരന്ന പ്രദേശങ്ങൾ പോലും തോട്ടഭൂമിയിലുണ്ട്. അപ്പോൾ റബ്ബർ തോട്ടമായി ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട സാധനം മുറിച്ചു വിൽക്കുകയോ അതിന് തരം മാറ്റുകയോ ചെയ്തിട്ടുണ്ടാകാം. അവിടെ ആ തരം ഒരു ഭൂമിയിലാണ് ഇത് കെട്ടിയിരുന്നത്. അതിന് എൻവയോൺമെൻറ്റും പരിസ്ഥിതിയും ദുരന്തവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഏത് ദുരന്ത സാഹചര്യത്തിലും വിഷം വമിപ്പിക്കുക, വിദ്വേഷം പ്രചരിപ്പിക്കുക, നെഗറ്റീവ് കണ്ടന്റ് ഇടുക, സർക്കാരിനെതിരെ അനാവശ്യമായ തെറ്റായ ഇൻഫർമേഷൻസ് പ്രചരിപ്പിക്കുക എന്നുള്ളത് വൃതമാക്കിയെടുത്ത് അങ്ങനെ സ്വഭാവമാക്കി മാറ്റിയെടുത്ത ധാരാളം വിഷജീവികൾ ഈ മഴക്കാലത്ത് ഉണ്ട്. കേരളത്തിലുണ്ടവർ. അവർ ഈ മഴക്കാലത്തും അതുപോലെ ദുരന്തം ഉണ്ടാകുമ്പോഴാണ് പുറത്തിറങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇതിനെയും അതിജീവിക്കും.